കുഞ്ഞുറൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ മെറ്റീരിയൽസ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ആദ്യം കാണിക്കുന്നത് പോളി സിൽക്കിലുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് കുറെ പേര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചില കളേഴ്സ് ആ വീഡിയോയിൽ ഇല്ലാത്ത കളേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. അപ്പോൾ അധികമൊന്നുമില്ല, ഒരു 4 കളർ മാത്രമേ ഇനി നമ്മുടെ അടുത്ത് ബാലൻസ് ആയിട്ടുള്ള. ബാക്കി എല്ലാം കഴിഞ്ഞ് റീസ്റ്റോക്ക് വന്നതും ഞാൻ കുറെ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കിട്ടാത്തവരൊക്കെ ക്ഷമിക്കുക, ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇനിയും കൊണ്ടുവരാം കേട്ടോ. എന്താ പറയാ, ചോദിച്ച കളേഴ്സ് തന്നെ അവർക്ക് കിട്ടാണ്ടേ കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കിട്ടിയില്ല കേട്ടോ. അത്ര എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു പോളി സിൽക്കിന്റെ മെറ്റീരിയൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോ. അപ്പൊ ഇതാണ് ഇത് ആദ്യത്തെ മെറ്റീരിയൽ. നല്ല ഗ്രീൻ കളറിൽ, അടിപൊളി ഗ്രീൻ കളറില് പോളി സിൽക്കില് ഒരു പോച്ചമ്പള്ളി ഡിസൈൻ വന്നിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ട് നല്ല പിങ്ക് ആണ്, പിങ്കില് ഗ്രീൻ ആണ്. ഇതുപോലെ ബോട്ടം വന്നിട്ട് നല്ലൊരു പിങ്ക്. പിങ്ക് എന്ന് പറഞ്ഞാല് അടിപൊളി പിങ്ക് ആണ് കേട്ടോ. കണ്ടോ, സൂപ്പർ കളർ. ഇതിന്റെ ലെങ്ത് വരുന്നത് 48 ആണ്. 49 ആണ് കേട്ടോ ഈ ഒരു സെറ്റിന്റെ ലെങ്ത് വരുന്നത്. ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2.40. റേറ്റ് വരുന്നത് 1459 ആണ്. 1459 ആണ് കേട്ടോ ഈ സെറ്റിന്റെ റേറ്റ്. അടുത്തത് റെഡ് ആണ്, നല്ല റെഡ് കളറില് അതുപോലെ ഇതാണ് കേട്ടോ. ഇതൊക്കെ രണ്ടാമത് കുറെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. 49 അതുപോലെ തന്നെ 2.40 ആണ് കേട്ടോ അതിന്റെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. 1459 ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഈ ഒരു ബോട്ടത്തിന്റെ പീസ് ഉണ്ടല്ലോ, നിങ്ങൾ ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. ചുരി ബോട്ടൊന്നും ഒരിക്കലും ഈ ഫാബ്രിക് കൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഈ ഫാബ്രിക് എന്നല്ല, ഇതുപോലെ സിൽക്ക് ഫാബ്രിക് കൊണ്ടൊന്നും ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നല്ല ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് അപ്പം തന്നെ സൗണ്ട് വരും, കീറും, ഉറപ്പാത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമർ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇട്ട വഴിക്ക് ഇത് എന്താ പറയാ, പാൻറ് കീറിയെന്ന് പറഞ്ഞു. കീറ മീൻസ് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കീറിയെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുകൊണ്ടല്ല, ടൈറ്റിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ബോട്ടാ സ്റ്റിച്ച് ചെയ്തതെന്ന് വെച്ചപ്പോൾ ചുരി ബോട്ടാ സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യാതിരിക്കുക കേട്ടോ. ചുരി ബോട്ടത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ല, ഇപ്പൊ ആരും ചുരി ബോട്ടം ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നുമില്ല. അപ്പോൾ കുറച്ച് ലൂസിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്തുണ്ട്. ഞാനിപ്പോൾ എത്ര കാലമായി, ഒരു 2 വർഷമൊക്കെ ആയി തോന്നുന്നു. ഇതിന്റെ സെയിം എന്ന് വെച്ചാൽ മെറ്റീരിയൽ സെയിം ആണ്, ഡിസൈൻ ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പോളി സിൽക്കില് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്നത് തന്നെ വേറൊരു ടൈപ്പ്. അതിന്റെ ഈ ഭാഗത്താണ് ഡിസൈൻ തോന്നുന്നു, പാനൽ ഭാഗത്ത്. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട്. എൻ്റെ അടുത്ത് ഉണ്ട് സംഭവം, ഞാനിപ്പോൾ ഇടാറില്ല. ഇപ്പം ഇത്തിരി തടി വെച്ചപ്പോൾ അത് ടൈറ്റായി, അപ്പോൾ അതുകൊണ്ട് ഇടാറില്ല. പക്ഷെ അതിന്റെ ബോട്ടത്തിനൊന്നും ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. കയറി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതാണ് കേട്ടോ. ഞാൻ എപ്പോഴും സെമി ടസർ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ എപ്പോഴും ഞാൻ എടുത്ത് പറയാറുണ്ട്, ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യരുത്, അതുപോലെ തന്നെ ടൈറ്റിലും സ്റ്റിച്ച് ചെയ്യരുതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത് 1459. നെക്സ്റ്റ് നല്ല ബ്ലൂല്, ഡാർക്ക് ബ്ലൂലാണ് കേട്ടോ. 1459 ആണ്. എനിക്ക് വിഷമമായിട്ട് അത് കേട്ടപ്പോ. കാരണം ആർക്കായാലും വിഷമല്ലേ, നമ്മള് എത്രയും പൈസ കൊടുത്ത് വാങ്ങണ മെറ്റീരിയലാ. ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായാലും സങ്കടം വരും. അപ്പൊ ആ മേഡം പറഞ്ഞു ഞാൻ കളർ കണ്ടിട്ട് എടുത്തതാന്നുള്ളത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് കേട്ടോ ബോട്ടം. അതിന്റെ വേറൊരു പീസ് കൊടുക്കാനായിട്ട് അതും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആ കളറ്. നെക്സ്റ്റ് ഇതാണ് നല്ല കോഫി ബ്രൗൺ കളർ. അതിനിതാ ഈ ഒരു ഗ്രേ ആണ് കേട്ടോ. ബോട്ടതാണ്. 1459 ആണ് റേറ്റ് വരുന്നത്. 48 ആണ് ലെങ്ത്, 2.40 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. അടുത്ത മെറ്റീരിയൽ നല്ല ബ്ലാക്കിൽ. ഇത് ഗഡ്വാൾ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇത് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു സെറ്റ് ഇട്ടിട്ട് എനിക്ക് നല്ല എൻക്വയറി ആയിരുന്നു. അപ്പൊ വീണ്ടും ഞാനിത് കൊണ്ടുവന്നതാണ്. നല്ല എന്താ പറയാ, ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ. ഒട്ടും കേട് വരാത്ത അടിപൊളി മെറ്റീരിയൽ ആണ്.
ഇതിന്റെ ലെങ്ത് വരുന്നത് 49 ആണ്. ദുപ്പട്ട 2.20 ആണ്. ലെങ്ത് റേറ്റ് വരുന്നത് 1349 ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോട്ടം. നല്ല ബ്ലാക്ക് കളറില് ഫ്രണ്ട് പോർഷനിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു 3 വുഡന്റെ ബട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാണ് ദുപ്പട്ട. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 1349 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ബ്ലാക്കിൽ തന്നെ പല പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. 49 അതുപോലെ 2.20. ബാക്കിയെല്ലാം സെയിം ആണ്. ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബ്ലാക്കും മെറൂൺ ആണ് കേട്ടോ. 1349 ആണ് കേട്ടോ റേറ്റ്. അടുത്തത് ഇതാണ് ബോട്ടം. കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ഗഡ്വാൾ സിൽക്ക് ദുപ്പട്ട, ടോപ്പും അതുപോലെ ഗഡ്വാൾ സിൽക്കിൽ വരുന്ന ടോപ്പാണ്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. എനിക്കറിയില്ല ബ്ലാക്ക് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര എൻക്വയറി ആയിരുന്നു അതിന്. ബാക്കിയുള്ള കളേഴ്സും നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഗ്രീനൊക്കെ നല്ലൊരു ഗ്രീനൊക്കെ നമ്മൾ മുന്നതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.